ഒടുവിൽ അത് സംഭവിച്ചിരിക്കുന്നു. അതായത് പപ്പ വാ തുറന്നു. പപ്പന് 2 ദിവസത്തേക്കേ കിട്ടിയുള്ളൂ. ആദ്യ ദിവസം തന്നെ പപ്പൻ എല്ലാം പറഞ്ഞു. ഒന്നും ചെയ്യണ്ട, നഖത്തിൻ്റെ ഇടയിൽ സൂചി കയറ്റണ്ട, തല കുത്തി ഗരുഡ തൂക്കം വേണ്ട, ഉറക്കൊഴിക്കേണ്ട, ഒന്നും ചെയ്യണ്ട, എല്ലാം ചോദിച്ചോ ഞാൻ പറഞ്ഞോളാം. മുഖ്യ സൂത്രധാരൻ തന്ത്രി, എല്ലാ കൊള്ളയും നടത്തിയത് തന്ത്രി. മന്ത്രി ഉണ്ട് ഇടയ്ക്ക്, എപ്പോഴും ഇല്ല, പക്ഷെ എപ്പോഴും എല്ലാത്തിനും കൂട്ടുനിന്നതും എല്ലാം ചെയ്തതും ഉണ്ണികൃഷ്ണനെ കൊണ്ടുവന്നതും ഒക്കെ തന്ത്രിയാണ്. അതുകൊണ്ട് എന്നെ പൊക്കിയ സ്ഥിതിക്ക് തന്ത്രിയും കൂടെ കൊണ്ടുവന്നാൽ എന്നെ പുറത്തേക്ക് വിടാം. അത്രമാത്രം കൊള്ളയാണ് തന്ത്രി ശബരിമലയിൽ നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ CPM പറഞ്ഞത് ശരിയായി, കറക്റ്റായി. സാറ് 2 ദിവസം മുമ്പ് പറഞ്ഞത് കറക്റ്റായി മാറുകയാണ്. ശബരിമലയിൽ തന്ത്രിയാണ് അപ്പോൾ വില്ലൻ അല്ലേ? പലർക്കും കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവുന്ന വിശ്വാസികൾക്കൊക്കെ അവിശ്വസനീയമായ ഒരു കാര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അതിനകത്ത് തന്ത്രി മാത്രമല്ല, അവസാനം ജയറാമൻ വരും. ജയറാം ഉദ്ദേശിക്കുന്നത്, ജയറാം വലിയ ഭക്തനാണല്ലോ, ജയറാം ഈ ബ്രാഹ്മണനാണ്. അപ്പം അവർക്കൊക്കെ അറിയാവുന്ന തരത്തിൽ ഭഗവാനെ വേറെ ആർക്ക് സാധാരണക്കാരനെ അറിയത്തില്ലല്ലോ, മനസ്സിലായില്ലേ? അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ഓപ്പറേറ്റ് ചെയ്യാനും അവർക്കറിയാം എന്ന് വിചാരിക്കേണ്ടി വരും. നമ്മളിപ്പോൾ കേൾക്കുന്നതൊക്കെ ശരിയാണെങ്കിൽ ശരിയാവാതിരിക്കാൻ ന്യായമില്ല. പപ്പനെതിരെ വേണ്ട രീതിയിലുള്ള മൊഴികൾ SITയുടെ കയ്യിലുണ്ട്. അത് പപ്പന് വളരെ കൃത്യമായിട്ടുണ്ട്. ഞാൻ നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു എന്ന് SIT എടുത്ത് പപ്പൻ പിടിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു. ഞാൻ നിങ്ങളുടെ വരവ് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു, പുള്ളി തുറന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ കേൾക്കേണ്ടത്, അന്ന് തന്നെ അദ്ദേഹം, ഞാൻ പറഞ്ഞല്ലോ പപ്പൻ നല്ല ഒന്നാം തരം രാഷ്ട്രീയക്കാരനാണ്, പരിചയമുള്ള രാഷ്ട്രീയക്കാരൻ, രാഷ്ട്രീയം മാത്രമാണ് അദ്ദേഹത്തിന് പരിചയം എന്ന് ഞാൻ നിങ്ങളുടെ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ആ മൊഴി അന്ന് വന്നപ്പോഴേ ഞാൻ പറഞ്ഞു, 2007 തൊട്ട് ഉണ്ണിയണ്ണം പോറ്റി ഇവിടെ ഉണ്ടേ. ഞാൻ 2017 ഞാൻ 19 അല്ലെങ്കിൽ ആ സമയത്താണ് എൻ്റെ. അപ്പോൾ 2007 തൊട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ 2007 തൊട്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇവിടെ വെച്ചിരിക്കുന്നതും ഇവിടെ ഉണ്ടാവുന്നതും അയാളെ അവിടെ കൃത്യമായിട്ട് ഹോൾഡ് ചെയ്യുന്നതിൻ്റെയും പിറകിൽ ചിലരുണ്ട്, അല്ലെങ്കിൽ അന്നു തൊട്ടേ കൊള്ള നടക്കുന്നുണ്ട്. ഇയാൾ പല കൊള്ളയുടെയും ഇടനിലക്കാരനാണ്. അപ്പം അതാണ് അതിൻ്റെ ഒരു രാഷ്ട്രീയക്കാരന് മാത്രം മനസ്സിലാവുന്ന ഒരു വർത്തമാനം. അപ്പം ഇത് CPMൻ്റെ മാത്രം കൊള്ളയല്ല, അതിനു മുമ്പുള്ള ഇരിക്കുന്നവരൊക്കെ കൊള്ള നടത്തിയിട്ടുണ്ട്, അതും അതിനകത്ത് വരുന്നുണ്ട്, മനസ്സിലായില്ലേ? അപ്പം പിന്നെ വേറെ ഒരു വർത്തമാനം അതിനകത്ത് വരുന്നത് എന്താ പറയുക, 2007 ആരെ ഈ പോറ്റി ആരെ അവിടെ കൊണ്ടുവന്നു അത് അന്വേഷിക്കുമല്ലോ. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെ ഇവിടെ വന്നു? അങ്ങനെയൊന്നും ആർക്കും ഒരു മേൽശാ അല്ലെങ്കിൽ നമ്മുടെ അമ്പലത്തിനകത്തായാലും മറ്റകത്തായാലും ഒരു കീശാന്തിക്ക് പോലും ഇവിടെ കയറി പോരാൻ പറ്റില്ല. ഇവരൊക്കെ ആർത്തിയോടുകൂടി തിരുമേനിമാർ നിൽക്കുന്നത്. ഒരു കീശാന്തിയെങ്കിലും ആയാൽ മതി, എവിടെയെങ്കിലും അവിടുത്തെ ഏതെങ്കിലും ഒരു കല്ലിൻ്റെ കീഴിൽ നിൽക്കുന്ന ഒരു തിരുമേനി ആയാൽ മതി. എന്ന് വെച്ചാൽ ലക്ഷങ്ങളല്ലേ കിട്ടുന്നേ, വരുമാനം വലുതല്ലേ. അപ്പം അതിനുവേണ്ടി ആഗ്രഹിക്കുന്ന സമയത്ത് ഇയാൾ അവിടുന്ന് മാറുന്നേ ഇല്ല. ഇയാൾക്ക് എന്തതിനു വേണ്ടി? ഇയാൾ ഉദ്യോഗസ്ഥനല്ല, ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥനല്ല. അയാൾ അവിടെ നിൽക്കണമെങ്കിൽ, ദേവസ്വം ബോർഡിൻ്റെ ഒരു അമ്പലത്തിൻ്റെ കീഴിൽ ഇയാൾ ഇത്രയും വലിയൊരു സാന്നിധ്യം ഇയാൾക്ക് അവിടെ ഉണ്ടാവണമെങ്കിൽ, എല്ലാത്തിനകത്ത് ഇടപെടണമെങ്കിൽ, എല്ലായിടത്തും ഉണ്ണികൃഷ്ണൻ പോറ്റി ഇല്ല പറഞ്ഞതുപോലെ ചുക്കില്ലാത്ത കഷായമില്ല എന്ന് പറഞ്ഞു. ഉണ്ണികൃഷ്ണൻ പോറ്റി എവിടെ നോക്കിയാലുണ്ട്, ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാന്ന് ചോദിച്ചാൽ ആർക്കും അറിയത്തില്ല. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി അല്ല, പലരും തന്ത്രിയുടെ ഇനി വല്ല പിന്തുടർച്ചക്കാരനാണെന്ന് പോലും തെറ്റിദ്ധരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അയാളെ എവിടെ, അപ്പൊ ഈ വർത്തമാനത്തിനകത്ത് വേറെ കാര്യങ്ങളുണ്ട്. അയാളെ എവിടെ ഹോൾഡ് ചെയ്തേക്കുന്ന ആരാ? തന്ത്രി. എന്തിനാ തന്ത്രി? ഈ കേരളത്തിൽ മൊത്തമുള്ള അല്ലെ ഇന്ത്യയിൽ മൊത്തമുള്ള ഏകദേശം ബ്രാഹ്മണന്മാരുമായിട്ട് മൊത്തം ബന്ധമുള്ള ഈ തന്ത്രി, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത്രയും കാര്യമായിട്ട് അവിടെ നിർത്തിയിരിക്കേണ്ട കാര്യമുണ്ടോ? എവിടെയും കയറിച്ചില്ല. പപ്പൻ്റെ റൂമിൽ കയറിച്ചെല്ലാം, തന്ത്രിയുടെ റൂമിൽ കയറിച്ചെല്ലാം, ആർക്കും ഇവിടുത്തെ വളരെ പ്രധാനപ്പെട്ട VIP-കൾക്ക് പോലും ചോദിച്ചിട്ട് കയറി ചെല്ലാൻ പറ്റുന്നിടത്ത് പോലും ഫ്രീ ആയിട്ട് കയറി ചെല്ലാൻ പറ്റുന്ന ആളാണ് ഇദ്ദേഹം, മനസ്സിലായി? അപ്പോൾ അയാൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ പറയുന്ന പോലെ നിസ്സാരക്കാരനല്ലെന്ന് മനസ്സിലായി. അപ്പോൾ അയാൾ ചെയ്യുന്നത് എന്തിനാണെന്ന്. അതുപോലെ പപ്പൻ വേറെ മൊഴി കൊടുത്തിട്ടുണ്ട്. മന്ത്രിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയാം. എങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്തിനാ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ദേവസ്വം മന്ത്രിക്ക് അറിയേണ്ട കാര്യം? കയറി ചെല്ലാൻ പറ്റുമോ ദേവസ്വം മന്ത്രിയുടെ യഥാർത്ഥത്തിൽ? പാർട്ടിക്കാരനൊക്കെ കയറി ചെല്ലാം, അല്ലെ പരിചയക്കാരനൊക്കെ കയറി ചെല്ലാം. ഇത് ഒന്നുമില്ലാത്ത ഒരു തിരുമേനിക്കൊക്കെ അവിടെ കയറി ചെല്ലെങ്കിൽ എത്ര പേരുടെ സാങ്ഷൻ വേണം? ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇദ്ദേഹമായിട്ട് ബന്ധമുണ്ട്, തന്ത്രിയുമായിട്ട് ഈ പറയുന്ന പോലെ ആർക്ക്
ഇവർക്ക് തന്ത്രിയുമായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ടും മന്ത്രിയുമായിട്ടും ബന്ധമുണ്ട്. അതിന് ഇവർക്ക് എന്ത് ചെയ്യും? തന്ത്രി മന്ത്രി എല്ലാം കൂടുന്നോ? ജയറാമിന്റെ വീട്ടിലും അങ്ങനെയാണല്ലോ സാർ, പോണ വഴിക്കൊന്ന് കയറിയതെന്നല്ലേ ജയറാം. അമ്പലം വിശ്വാസമില്ല, അമ്പലത്തിൽ തൊഴത്തില്ല, തീർത്ഥം കിട്ടിയാൽ സാനിറ്റൈസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ സാഹചര്യം കൊണ്ട് ഒരു ദേവസ്വം മന്ത്രി ആയിപ്പോയ ഈ കമ്മ്യൂണിസ്റ്റുകാരനൊക്കെ എന്തിനീ തന്ത്രിയുമായിട്ട് ഇതിന് ഇത്രയും അടുത്ത ഇടപാട്? വേറെ ഒന്നുമില്ലല്ലോ, വേറെ അല്ല, അതിന്റെ ഒരു കാര്യമില്ലല്ലോ. അപ്പൊ പിന്നെ എന്തിനാ? അപ്പൊ അതിനകത്തും പറഞ്ഞിട്ടുണ്ട്. നേരത്തെ അദ്ദേഹം വേറൊരു കാര്യം പറഞ്ഞായിരുന്നു, ഞാൻ ഈ പറഞ്ഞതുപോലെ. അപ്പം അതിനകത്തൊരു വലിയ അർത്ഥം, ഞാൻ അന്നേ പല ടോക്കുകളും പറഞ്ഞു, ഞാൻ പറഞ്ഞ പോലെ കാര്യങ്ങൾ ചെയ്ത മേളിൽ നിന്നൊരു പേപ്പർ വന്നിട്ടാ ഉണ്ണികൃഷ്ണൻ പോറ്റി മന്ത്രിയുമായിട്ട് ഡയറക്റ്റ് ഈ പറയുന്ന ദ്വാരപാല ശില്പത്തിനും വാതിൽ പടിക്കും സ്വർണം പൂശണമെന്ന് ഡയറക്റ്റ് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന അവിടുന്ന് വരുന്ന പേപ്പറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പേപ്പർ നീക്കിയത്. അപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എന്നെയൊന്നും വേണ്ട, ഡയറക്റ്റ് മന്ത്രിയുമായിട്ടാണ് ബന്ധം. അതാണല്ലോ എൻ്റെ അർത്ഥം. അപ്പോൾ ഇതിനകത്തെല്ലാം കൂടെ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ കയറിപ്പോയ മൂരിബാബു പറഞ്ഞിട്ട് പോയി, ഞാൻ ഒപ്പിടിച്ചായിരുന്നേ, വാസുവിനെ കൊണ്ട് ഒപ്പിടിച്ചായിരുന്നേ, പപ്പനെ കൊണ്ട് ഒപ്പിടിച്ചായിരുന്നേ, ചെമ്പാണെന്ന് എഴുതി വെച്ചിട്ട് അവർ നോട്ടിയിട്ട് ക്ലീൻ ആണോ എന്ന് നോക്കിയിട്ടാണ് തന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, രണ്ടെണ്ണത്ത് പോവാം, രണ്ട് പേര് ബോൾഡ് ആവാൻ പോകാന്ന് ഞാൻ പറഞ്ഞില്ല. ഇതിനു മുമ്പ് ഞാനിപ്പോൾ ഒരു കാര്യം പറഞ്ഞായിരുന്നു, ഇദ്ദേഹം പറഞ്ഞിട്ട് പോകുന്നതിന് മുമ്പ്, ഇദ്ദേഹം കയറുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ കയറുന്നതിനല്ല വളരെ നേരത്തെ തന്നെ അദ്ദേഹം വർത്തമാനം പറയുന്നത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ഇതുപോലെ എനിക്കറിയത്തില്ല, ഞാനല്ല, എന്നെക്കാട്ടിൽ വലുതാണ്, ഞാൻ പറഞ്ഞത് ചെയ്തിട്ടുണ്ട്, ഞാനൊന്നും അറിഞ്ഞില്ലേ എന്നുള്ള രീതിയിലാണ് പുള്ളി സംസാരിച്ചത്. തന്ത്രിയുടെ കാര്യം അദ്ദേഹം പറഞ്ഞായിരുന്നു, ഇതുവരെ ആരും പറയാത്തതായിരിക്കും. തന്ത്രിയുടെ കാര്യം പറഞ്ഞോ നമുക്കറിയത്തില്ല, പക്ഷേ പുറത്തുനിന്ന് തന്നെ തന്ത്രിയുടെ കാര്യം പറഞ്ഞിട്ട് അകത്ത് കയറി, അല്ലെങ്കിൽ കയറിപ്പോയ ആൾ ഈ പത്മകുമാരേ ഉള്ളൂ. അതിനും പലർക്കും പേടിയാണ്. പത്മകുമാർ പറയുന്നത് തന്ത്രിയെക്കാട്ടി വലിയ ആളാണ് ഞാൻ, എൻ്റെ അമ്മൂമ്മ അധികാരസനം എഴുതിയത്. പപ്പൻ അത് അംഗീകരിക്കാൻ തയ്യാറല്ല, പപ്പൻ ആ രീതിയിലാണ് നിൽക്കുന്നത്. അപ്പൊ ഇതിനകത്ത് നിഷേധി എന്നല്ല, നിഷേധമുണ്ട്, എന്നാലും നമ്മൾ അതേപോലത്തെ വ്യക്തിപരമായിട്ടല്ല നോക്കുമ്പോൾ പറയുന്ന പോലെ ആൾക്കാരുടെ അടുത്ത് വലിയ കുടുംബമാണ് അവിടുത്തെ, എട്ടുകെട്ടുമൊക്കെ ആയിട്ടുള്ള കുടുംബം. അപ്പം അതിൻ്റെ നായന്മാർക്കുള്ളൊരു സോക്കേടുണ്ടല്ലോ നമ്മളെപ്പോലുള്ള ആ ഒരു കാര്യമുണ്ട്. പിന്നെ അദ്ദേഹത്തിന് അങ്ങനൊരു വ്യക്തിത്വം അല്ല. എന്നാൽ ഞാനെല്ലാം പറയും, എനിക്ക് എന്നെക്കാട്ടി വലിയവൻ ആരും ഇല്ലെന്നുള്ളൊരു തോന്നലുള്ള, മനസ്സിലായി? ഞാൻ കുരുങ്ങി അവനെല്ലാം കുരുങ്ങും, എനിക്ക് ഇതിനകത്ത് കാര്യമൊന്നുമില്ല എന്നുള്ള ഒരു തോന്നലുള്ള ഒരു രീതി. അപ്പം ഇപ്പം വരുന്ന ഒരു രീതി അനുസരിച്ച് ഈ പറഞ്ഞ തന്ത്രിയും മന്ത്രിയും ഇദ്ദേഹത്തിൻ്റെ മൊഴി കൃത്യമായിട്ട് പരിശോധിച്ച് അതിനകത്ത് കാര്യങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്രതിയുടെ മൊഴി ഇതൊരു കൊള്ളയാണ്, ഒരു കൂട്ടായ കൊള്ളയാണ്. അതിനകത്തൊരു പ്രധാനപ്പെട്ട ഇദ്ദേഹമാണ് പ്രധാന സൂത്രധാരൻ എന്നാണ് SIT കണ്ടെത്തിയിരിക്കുന്നത്. അതിൻ്റെ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും അവർ പറയുന്നത്. അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നു, ഞാനല്ല പ്രധാന സൂത്രധാരകൻ, തന്ത്രിയാണ്, മന്ത്രിയാണ്, പോറ്റിയാണ്, ഇവർ തമ്മിൽ കൂടുതൽ ബന്ധമുണ്ട്, അല്ലെങ്കിൽ ഈ ബന്ധത്തിന് അദ്ദേഹത്തിന് അറിയാവുന്ന രീതിയിലുള്ള എല്ലാ തെളിവുകളും അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ട്? തന്ത്രി പറഞ്ഞ പല കാര്യങ്ങളും കേട്ട് SIT ഞെട്ടിത്തിരിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ തന്ത്രിയുടെ കയ്യിൽ നിന്ന് കിട്ടിയത് മറ്റേ മന്ത്രിയും പപ്പനുമായിട്ടുള്ള ബന്ധം ഒരുക്കുന്നത് തന്ത്രി തന്നെ മുക്കിയതിന്റെ രഹസ്യങ്ങളായിരിക്കും. അല്ല, ഇവർക്ക് ഈ ചോദ്യം ചെയ്യൽ ഭയങ്കരമായിട്ട് എങ്ങനെയാണ്, നമ്മൾ നേരിട്ട് അങ്ങ് ചോദ്യം ചെയ്യുമല്ലോ, സയന്റിഫിക് ആയിട്ട് അതിൻ്റെ ചോദ്യം ചെയ്യൽ. ഒരു വ്യക്തിയുടെ അടുത്ത് 1 മണിക്കൂർ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി വളരെ വിദഗ്ധമായിട്ട് സയന്റിഫിക് ആയിട്ടുള്ള ചോദ്യാവലി തയ്യാറാക്കും. നേരത്തെ പ്രതികളെല്ലാം അതിനകത്തിരിക്കുവാണല്ലോ. അപ്പോൾ ഇത് എത്ര അഡ്ജസ്റ്റ് ചെയ്ത് പറഞ്ഞാൽ, എത്ര നിയമോപദേശം വെച്ചോ, അല്ല പിന്നെ വണ്ടി ചോറൊക്കെ ആയിരിക്കണം, മനസ്സിലായില്ലേ? അപ്പം അവർ വിദഗ്ധന്മാരായിട്ട് അവർക്ക് ടെക്നിക്കലൊക്കെ അറിയാം. ഇവരെത്ര പറഞ്ഞു വന്നാലും അവർ ആവശ്യമുള്ള ഉത്തരം ഈ 200 ചോദ്യം 300 ചോദ്യം ചോദിച്ചു കിട്ടും. പിന്നെ ഉത്തരം അനുസരിച്ച് കിട്ടും, തീർന്നു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കാര്യത്തിലേക്ക് അത് നിങ്ങൾ വിചാരിക്കേണ്ട, അങ്ങനെ കുറച്ച് കാണണ്ട. അതുകൊണ്ട് ഏറ്റവും ഭയങ്കര ബുദ്ധിയാണ്. നമ്മൾ വിചാരിക്കുന്നില്ല, ഈ തൈരും സാമ്പാറത്തിനും ഒക്കെയുള്ള ബുദ്ധി നമ്മൾ വിചാരിക്കുന്ന മറ്റേ കഴിക്കുന്നതിനേക്കാളില്ല, അവരുടെ ബുദ്ധി നമ്മൾ വിചാരിക്കുന്നതല്ല, അതുപോലെ പോകും. പക്ഷേ ബുദ്ധിയൊക്കെ ഉണ്ട്. ഈ ക്രിമിനൽ ബുദ്ധി ഇവർക്കുണ്ടെങ്കിലും ഉദ്യോഗസ്ഥന്മാരെ കൈകാര്യം ചെയ്യുന്ന ബുദ്ധിനകത്ത് നമ്മൾ വീണു പോകുമെന്ന് പറഞ്ഞാൽ, ഇത് ഇവരുടെ കയ്യിൽ ഹോൾഡ് ആയി കഴിഞ്ഞു. ഇപ്പം ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തിട്ട് അങ്ങ് വിട്ടല്ലോ, അപ്പോഴത്തേന് ഇയാൾക്ക് വെപ്രാളാകുമ്പോൾ ഇയാൾ ഇനി രഹസ്യമായിട്ടും പരസ്യമായിട്ടും ഇയാൾ ബന്ധപ്പെടാൻ പറ്റുന്നവരെ മൊത്തം ഓടി നടങ്ങ് ബന്ധപ്പെടും. അറിയത്തില്ല, അങ്ങനത്തെ പരിപാടിയുണ്ട്. ഓടി ചേർന്ന് ബന്ധപ്പെടും. അപ്പോൾ പുള്ളി എവിടെയെങ്കിലും ഇരുന്നിട്ട് മറ്റേ ബന്ധപ്പെടും. അപ്പോൾ ഈ ഷാഡോ സംവിധാനമുണ്ട്. ഷാഡോ സംവിധാനത്തിനകത്ത് പുള്ളിയുടെ ഫോണും ഉപയോഗിക്കത്തില്ല, പുള്ളി അവിടെ ഇരിക്കും. പക്ഷേ ഇതിൻ്റെ പുറകെ നിഴലുപോലെ നമ്മുടെ സംവിധാനങ്ങൾ പോകും. അന്നേരം ഇതിനകത്ത് ഏകദേശം അവിടെയും കൂടെ
അവർ ഉറപ്പിക്കാനായിട്ടില്ലേ, നമ്മൾ ഈ കുറ്റി അടിക്കുന്നില്ലേ, വെള്ളം ഒഴിച്ചിട്ടേച്ച് കുറെ നേരം കഴിഞ്ഞിട്ട് 2 അടി അടിക്കുമ്പോൾ എളുപ്പത്തിൽ തറയ്ക്കും. അപ്പം അതാണിപ്പം എല്ലായിടും കറങ്ങിയതിലാക്കിയിട്ട് അതെ 3-ാം തീയതി ഫൈനൽ ആയിട്ട് അല്ലെങ്കിൽ 3-ാം തീയതി വരെയാണ്. അതിനു മുമ്പ് മാക്സിമം അന്വേഷണ റിപ്പോർട്ടും മാക്സിമം ഇതിനകത്തുള്ള പ്രതികളെയും അതിന്റെ തെളിവുകളും ഒക്കെ, അല്ലെങ്കിൽ അതിനകത്ത് ഒരു പരിധി വരെ പൂർണ്ണമാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു കൂടുതൽ സമയം കൂടെ ചോദിച്ച് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയുണ്ട്. കാരണം ഇത് നമ്മൾ വിചാരിക്കുന്നതല്ല. ഇതിനകത്ത് വേറൊരു കാര്യം വലുതായിട്ട് പറഞ്ഞിട്ടുണ്ട് പപ്പൻ. അത് നമ്മൾ അറിഞ്ഞോ, കൊടിമരത്തിന്റെ കാലത്തെ നടത്തി വന്നിരുന്ന അതേ രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോഴും അതിന് ശേഷവും നടത്തിയത്. അതായത് കൊടിമരത്തിന്റെ കാലത്തെ വളരെ കൃത്യമായിട്ട് കൊള്ള നടന്നിട്ടുണ്ട്, കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അന്ന് പുറത്തു കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞിരുന്ന പല കാര്യങ്ങളും പുറത്തു കൊണ്ടുപോയിട്ടുണ്ട്, ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ സ്പോൺസർഷിപ്പിന് വേണ്ടി പ്രത്യേക ഒരു വിങ് ഉണ്ട്. എന്തിനാ തന്ത്രിക്ക് ഈ സ്പോൺസർമാരുമായിട്ട് ബന്ധം? തന്ത്രി സ്പോൺസർമാരുമായിട്ട് ഡയറക്റ്റ് ബന്ധമുണ്ട്. ഈ ബന്ധം ദൃഢപ്പെടുത്താൻ അല്ലെങ്കിൽ ആ ബന്ധത്തിനകത്ത് വേണ്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വളരെ കൃത്യമായിട്ട് ഈ പോറ്റിയെ ഉപയോഗിക്കുന്നുണ്ട്. അവിടുത്തെ സ്പോൺസർമാരുമായിട്ട് തന്ത്രിക്ക് എന്തിന് ബന്ധം? അപ്പൊ തന്നെ എല്ലാം അതിനകത്തുണ്ട്. കാര്യങ്ങളൊന്നുമില്ല. സ്പോൺസർമാരായിരിക്കും, അല്ല കടൽ കടത്തണമെങ്കിൽ കടൽ കടത്താം, മറ്റേത് മറിച്ച് അല്ലെങ്കിൽ അവിടെ വരുന്നതന്നെ സ്വർണം വെള്ളി അത് എല്ലാം അതിനകത്തുണ്ട്. ഏകദേശം പപ്പനത് കാര്യമായിട്ട് കാര്യങ്ങൾ ഏകദേശമൊക്കെ എന്നാണ് കൊടിമരത്തിന്റെ പണി നടന്നത് അന്ന് തൊട്ട് മറ്റേ വാജിവാഹനം പുള്ളിയുടെ വീട്ടിലിരിക്കുക. ഇങ്ങനെ പലതും ഇപ്പൊ എടുത്തോണ്ട് വന്നു ഓടിച്ച്. അപ്പൊ തന്നെ നമുക്കറിയാം അതാണ്ട് എന്തിനാ എടുത്തോണ്ട് വരുന്നത്? വാജിവാഹനം പുള്ളിക്ക് അവകാശപ്പെട്ടോ ഇല്ലയോ? അതവിടെ ഇരുന്നോട്ട് അയാൾ എന്തിനാ എടുത്തോണ്ട് വന്ന് പിന്നാണ്. അപ്പൊ പിന്നെ എല്ലാം കൂടെ കണ്ടു കഴിയുമ്പോ നമുക്ക് പേടി വരുമല്ല, ഇതിന്റെ പേരില് എന്റെ വീട്ടിൽ പരിശോധന നടത്തുവോ എന്നാണ് തിരിച്ചു കൊടുത്തേക്കാം. അതാ പറഞ്ഞത്. അപ്പൊ കള്ളത്തരം നല്ലതുപോലെ ഉണ്ട് കാര്യങ്ങൾക്കൊക്കെ. എത്ര സത്യസന്ധമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്താലും കള്ളത്തരം ഉണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ വേറൊരാളുടെ കാര്യം ഞാൻ ഫോട്ടോ കാണിച്ചിട്ട് കണ്ടില്ലേ, പ്രധാനപ്പെട്ട ഒരു കക്ഷി ഇനി കത്തുവാൻ സാധ്യതയുള്ള ആളുടെ മുഖം കണ്ടോ പത്രക്കാർ വന്നപ്പോഴത്തെ? അതുവരെ ഈ സന്തോഷമൊക്കെ എത്ര അഡ്ജസ്റ്റ് ചെയ്തെന്നൊക്കെ മുഖത്തും ആ പ്രയാസവും ആ ബുദ്ധിമുട്ടും ഒന്നും മാറുന്നില്ല. ഞാനിപ്പോൾ എടുത്ത് പറയുന്നില്ല, ശരിയല്ല. അപ്പം എല്ലാവരും ശ്വാസം പിടിച്ചിരിക്കുന്ന ഒരാളെ ഞാൻ കാണിച്ചില്ലായിരുന്നു. അപ്പൊ ഇത് ഈ കൊടിമരത്തിന്റെ കാലം തൊട്ടേയുള്ള കൊള്ള പപ്പൻ ഞാൻ പറഞ്ഞു 2007 ഞാൻ പറഞ്ഞില്ല. പപ്പൻ ഞാൻ എന്തായാലും വേണി എല്ലാവരെയും കൊണ്ട് ഞാൻ ഈ മുങ്ങിച്ചാവാൻ നിൽക്കുന്നു, എവിടെ പിടിച്ചാലും അതിനെ എല്ലാം പിടിച്ചതാക്കുമെന്ന് പറഞ്ഞല്ലോ. പപ്പൻ അറിയാവുന്നതിനെ എല്ലാം പപ്പ മുക്കും. അതിനുള്ള സാധ്യത വളരെ കൂടുതലായിട്ടുണ്ട്. എന്തായാലും തന്ത്രിയെയും പോറ്റിയെയും ഒക്കെ പപ്പം മുറുകെ പിടിച്ചിട്ടുണ്ട്. അതിന് ഇനി ശബരിമല ഈ സീസൺ സമയം കഴിഞ്ഞേ ഭഗവാനെ അച്ഛനെ കൊണ്ടുപോകാൻ ഒക്കത്തുള്ളൂ എന്നുള്ളതിനെ പറ്റിയുള്ളൊരു തർക്കമേ ഉള്ളൂ. വേറൊരാളെ നിൽപ്പുണ്ട്. അപ്പം എന്തായാലും കാര്യങ്ങൾ വളരെ ആലോചിച്ച് തീരുമാനിക്കേണ്ടതായിട്ടുണ്ട്. വളരെ ഞെട്ടിപ്പിക്കുന്ന വാർത്ത ഒരുപക്ഷെ അടുത്ത ദിവസങ്ങളിൽ 3-ാം തീയതിക്ക് മുമ്പ് തന്നെ വന്നുകൂടായികയില്ല എന്നാണ് വിചാരിക്കേണ്ടത്.